ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൈദ വെച്ചൊരു ബൂരി തയ്യാറാക്കിയാലോ. ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഓയിൽ ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് സോഫ്റ്റ് ആവാൻ മാറ്റി വെക്കാം. ഇനി ഓരോ ഉരുളകളായി ആക്കിയെടുത്ത് ചപ്പാത്തി പ്രസ്സിൽ അമർത്തിയെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇനി രണ്ട് ഭാഗവും നന്നായി വേവിച്ചെടുക്കാം. അപ്പം മൈദ വെച്ച് നമ്മുടെ സോഫ്റ്റായ ബൂരി തയ്യാറായി. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു കിഴങ്ങ് കൊണ്ട് നമുക്കൊരു മസാലക്കറി തയ്യാറാക്കിയാലോ. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വറ്റൽമുളക് കറിവേപ്പിലയും ചേർത്ത് ഒരു സവാള കട്ടാക്കി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി സോഫ്റ്റ് ആകുമ്പോൾ പച്ചമുളക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കിഴങ്ങ് നന്നായി വേവിച്ച് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കറി തയ്യാറായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.